ചിത്രത്തിൽ 3 വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് കമലഹാസൻ എത്തുന്നത്. ഒന്ന് 70 വയസ്സ് പ്രായമുള്ള സേനാപതി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായി, 2 അദ്ദേഹത്തിൻ്റെ മകനായ ചന്ദ്രു അഥവാ ചന്ദ്രബോസ് എന്ന യുവാവായും, 3 സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ തീപ്പൊരി പോരാളിയായ സേനാപതിയായും ആണ്. അന്നുവരെ ഇന്ത്യൻ സിനിമയിൽ ആരും തന്നെ കാണാത്തത്ര ശക്തനായൊരു കഥാപാത്രമായിരുന്നു സേനാപതിയുടേത്. സേനാപതിയുടെ കഥാപാത്രത്തിനെ അതിശക്തനാക്കി മാറ്റുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാമോ? ഒന്ന്, അദ്ദേഹം കേരളത്തിൽ വന്ന് കളരിപ്പയറ്റും മർമ്മവിദ്യയും പഠിച്ച് മർമ്മവിദ്യയിൽ അഗ്രഗണ്യനായി മാറിയിരുന്നു എന്നതാണ്. 2, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സ്വന്തം ജീവൻ കളഞ്ഞുവരെ പോരാടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. 3, സ്വാതന്ത്ര്യ സമരത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത പാതയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൽ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. 1 മിതവാദികളെന്നും 2 തീവ്രവാദികളെന്നും അറിയപ്പെടുന്ന 2 വിഭാഗങ്ങൾ. അതിൽ തീവ്രവാദി വിഭാഗത്തിൽപ്പെടുന്ന സേനാപതിയുടെ റോൾ മോഡൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി പോരാടണം എന്നാഗ്രഹിച്ച സേനാപതി സുഭാഷ് ചന്ദ്രബോസിനെ തേടി സിംഗപ്പൂരിൽ പോവുകയും അവിടെ വെച്ച് ഇന്ത്യൻ നാഷണൽ ആർമി INA-യിൽ ജോയിൻ ചെയ്യുകയും INA-യുമൊത്ത് ബർമയിലൂടെ വന്ന് ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചാവേറായി സ്വയം മരിക്കാൻ വരെ സേനാപതി തയ്യാറായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിനു ശേഷം ബ്രിട്ടീഷുകാരേക്കാൾ വലിയ ഒരു വിപത്ത് ഇന്ത്യയെ കാർന്നു തിന്നുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ വിപത്തിൻ്റെ പേരാണ് അഴിമതി അഥവാ കറപ്ഷൻ. അഴിമതി അഥവാ കൈക്കൂലി എന്ന വിപത്തിൽപ്പെട്ട് സേനാപതിയുടെ മകൾ കസ്തൂരി ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്നു. അതേപോലെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അഴിമതിക്കാരനായ സ്വന്തം മകനെ അദ്ദേഹത്തിന് കൊല്ലേണ്ടി വരുന്നു. ശങ്കർ ക്രാഫ്റ്റ് ചെയ്ത സേനാപതി എന്ന കഥാപാത്രം ഇത്രയ്ക്ക് മാസാണെങ്കിൽ സേനാപതിയുടെ റോൾ മോഡലായ സുഭാഷ് ചന്ദ്രബോസ് എന്തുമാത്രം മാസായിരിക്കും. 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിൻ്റെയും ജപ്പാൻ്റെയും സഹായത്തോടെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന INA രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പുറത്തുനിന്നും യുദ്ധം ചെയ്യാൻ ആരംഭിച്ച സുഭാഷ് ചന്ദ്രബോസ് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ മാസ് കഥാപാത്രങ്ങളെക്കാളും വലിയ മാസാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?